പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നമ്മൾ പ്ലസ് ടു തുല്യതയുടെ ചരിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്ന വീഡിയോ ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ 4ാമത്തെ ക്ലാസ്സാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത്. 1857 മഹത്തായ വിപ്ലവം, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം, അല്ലെങ്കിൽ സിപായി ലഹള എന്നൊക്കെ അറിയപ്പെടുന്ന സമരമുണ്ട്. ഈ സമരത്തുമായി ബന്ധപ്പെട്ട ചില കിംവദന്തികളും പ്രവചനങ്ങളും ഉണ്ടായിരുന്നു. ആ കിംവദന്തികളും പ്രവചനങ്ങളും പരീക്ഷയിൽ പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് വരാറുള്ളതാണ്. ആ ചോദ്യം നമുക്ക് ആദ്യം നോക്കിയാലോ. 1857 കലാപത്തിൽ കിംവദന്തികളും പ്രവചനങ്ങളും പ്രധാന പങ്ക് വഹിക്കുകയുണ്ടായി. സൈന്യത്തിൽ പുതുതായി ഉപയോഗിച്ചു തുടങ്ങിയ തോക്കിൽ ഉപയോഗിക്കുന്ന തിര പൊതിഞ്ഞ കടലാസിലുള്ള കൊഴുപ്പ് പന്നിയുടെയും പശുവിൻ്റെയും ആണെന്ന അഭ്യൂഹം അവിടെ പടർന്നിരുന്നു. അത് തങ്ങളുടെ മതവിശ്വാസത്തെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് പട്ടാളക്കാർ അല്ലെങ്കിൽ സൈനിക ഉദ്യോഗസ്ഥർ കരുതുകയുണ്ടായി. പശുവിൻ്റെയും പന്നിയുടെയും അതുപോലെ എല്ലുപൊടി ധാന്യപ്പൊടിയിൽ ചേർത്ത് കമ്പോളത്തിൽ വിൽക്കുന്നുണ്ട് എന്നൊരു കിംവദന്തിയും പരന്നിരുന്നു. പശുവിൻ്റെയും പന്നിയുടെയും എല്ലുപൊടി ധാന്യപ്പൊടിയിൽ ചേർത്ത് കമ്പോളത്തിൽ വിൽക്കുന്നുണ്ട് എന്നൊരു കിംവദന്തി ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന അഭ്യൂഹവും അവിടെ പടർന്നിരുന്നു. ഈ അഭ്യൂഹങ്ങൾ വിശ്വസിക്കാൻ സൈനികരെ പ്രേരിപ്പിച്ചത് 1820കളിൽ ബ്രിട്ടീഷുകാർ പിന്തുടർന്ന ചില നയങ്ങളായിരുന്നു. ആ നയങ്ങൾ അവരിൽ ആശങ്ക വളർത്തുകയുണ്ടായി. സതി നിരോധനം, വിധവാ പുനർവിവാഹം തുടങ്ങിയ സാമൂഹിക പരിഷ്കരണ നിയമങ്ങൾ, പാശ്ചാത്യ വിദ്യാഭ്യാസം, പാശ്ചാത്യ ആശയം എന്നിവയുടെ പ്രചരണം, മതചിഹ്നങ്ങൾ സൈനികർ ഉപയോഗിക്കാൻ പാടില്ല എന്ന നിയമം, സൈനികർക്കിടയിലെ ക്രൈസ്തവവിശ്വാസം പ്രചരിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമം എന്നിവയെല്ലാം തങ്ങളുടെ മതത്തെ തകർക്കാൻ ബ്രിട്ടീഷുകാർ ആവിഷ്കരിച്ച തന്ത്രങ്ങളാണെന്ന വിശ്വാസം സൈനികർക്കിടയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ഈ അഭ്യൂഹങ്ങളിൽ സൈനികർ വിശ്വസിച്ചത്. അടുത്ത ചോദ്യം സൈനിക സഹായ വ്യവസ്ഥയാണ്. 1798 വെല്ലസ്ലി പ്രഭു ആവിഷ്കരിച്ച ഒരു സമ്പ്രദായമായിരുന്നു സൈനിക സഹായ വ്യവസ്ഥ. ബ്രിട്ടീഷുകാരുമായി അത്തരമൊരു സഖ്യത്തിൽ ഏർപ്പെടുന്ന എല്ലാവരും ചില നിബന്ധനകളും വ്യവസ്ഥകളും അംഗീകരിക്കണമായിരുന്നു. 1798 വെല്ലസ്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത്. ബ്രിട്ടീഷുകാരുമായി ഈ സഖ്യത്തിൽ ഏർപ്പെട്ടാൽ ചില നിബന്ധനകളും വ്യവസ്ഥകളും അംഗീകരിക്കണമായിരുന്നു. തങ്ങളുടെ സഖ്യകക്ഷിയുടെ ഭരണത്തെ വൈദേശിക ആഭ്യന്തര ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ബ്രിട്ടീഷുകാർക്കായിരിക്കും. തങ്ങളുടെ സഖ്യകക്ഷിയുടെ ഭരണത്തെ വൈദേശിക ആഭ്യന്തര ഭീഷണികളിൽ നിന്ന് രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരിക്കും. സഖ്യകക്ഷികളുടെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് സായുധ സൈനിക വിഭാഗത്തെ അവരോധിക്കാം. ഈ സൈനിക വിഭാഗത്തെ നിലനിർത്താനുള്ള വരുമാന വിഭവങ്ങൾ അവിടുത്തെ സഖ്യകക്ഷി നൽകേണ്ടതാണ്. ബ്രിട്ടീഷുകാരുടെ അനുമതിയോടുകൂടി മാത്രമേ സഖ്യകക്ഷിക്ക് മറ്റു ഭരണാധികാരികളുമായി കരാറിൽ ഏർപ്പെടാനോ യുദ്ധം ചെയ്യാനോ സാധിക്കൂ. 1857 വിപ്ലവത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ: ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായ്, കാൻപൂരിൽ നാനാ സാഹിബ്, ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ. ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായ്, കാൻപൂരിൽ നാനാ സാഹിബ്, ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ. ഇപ്പോൾ നമുക്ക് ഒന്നുകൂടി പറയാം. തങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന ചില കിംവദന്തികളാണ് സിപായി ലഹളക്കാലത്ത് ഉണ്ടായത്. ഈ കിംവദന്തികൾ സൈനികരെ രോഷാകുലരാക്കുകയുണ്ടായി. ബംഗാളിലെ ഭാരത്പൂരിൽ മംഗൾ പാണ്ഡ എന്ന സൈനിക ഉദ്യോഗസ്ഥൻ പുതിയ തിര ഉപയോഗിക്കാൻ വിസമ്മതിച്ചു. പന്നിയുടെയും അല്ലെങ്കിൽ പശുവിൻ്റെയും കൊഴുപ്പ്
ആ തിരകളിൽ പുരട്ടിയിട്ടുണ്ട് എന്നൊരു കിംവദന്തിയാണല്ലോ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ മംഗൽ പാണ്ഡ എന്ന് പറയുന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥൻ ഈ തിര ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയുണ്ടായി. ഇതിന് പ്രേരിപ്പിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ അദ്ദേഹം വധിച്ചു. തുടർന്നുണ്ടായ സൈനിക കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. ബ്രിട്ടീഷുകാർ മംഗൽ പാണ്ഡയെ തൂക്കിലേറ്റുകയും ചെയ്തു. ബ്രിട്ടീഷുകാരുടെ സൈനിക ശക്തിക്ക് മുന്നിൽ കലാപത്തിന് നേതൃത്വം നൽകിയവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ കലാപത്തെ ബ്രിട്ടീഷുകാർക്ക് പൂർണ്ണമായി അടിച്ചമർത്താൻ സാധിച്ചു. മറ്റൊരു ചോദ്യം നോക്കാം. മുഗൾ ദിനവൃത്താന്തം എന്ന നിലയിൽ അക്ബർ നാമയുടെ പ്രാധാന്യം വിശദമാക്കുക. അബുൽ ഫസൽ പേർഷ്യൻ ഭാഷയിൽ എഴുതിയ അക്ബർ നാമ അക്ബർ ചക്രവർത്തിയുടെ ഭരണകാലത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രരേഖയാണ്. അബുൽ ഫസൽ പേർഷ്യൻ ഭാഷയിൽ എഴുതിയ കൃതിയാണ് അക്ബർ നാമ. അക്ബർ ചക്രവർത്തിയുടെ ഭരണകാലത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രരേഖയാണിത്. ഇത് 3 ഭാഗങ്ങളായി തിരിഞ്ഞിരിക്കുന്നു. ഇതിൽ 3-ാം ഭാഗമായ ഐ-ഇൽ അക്ബരി മുഗൾ ഭരണ സംവിധാനം, സൈന്യം, റവന്യൂ വ്യവസ്ഥ, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം എന്നിവയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകുന്നു. ഐ-ഇൽ അക്ബരി എന്ന 3-ാം ഭാഗത്തിൽ മുഗൾ ഭരണ സംവിധാനം, സൈന്യം, റവന്യൂ വ്യവസ്ഥ, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം എന്നിവയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകുന്നുണ്ട്. സമകാലിക സംഭവങ്ങളെ ചരിത്രപരമായി കോർത്തിണക്കാൻ ഈ കൃതി സഹായിക്കുന്നുണ്ട്. മറ്റൊരു ചോദ്യം, ക്യാബിനറ്റ് മിഷന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തെല്ലാമായിരുന്നു? ഇന്ത്യയിലെ ബ്രിട്ടീഷ് പ്രവിശ്യകളും സ്വദേശി നാട്ടുരാജ്യങ്ങളും ഉൾപ്പെടുന്ന ഒരു ഫെഡറൽ യൂണിയൻ സ്ഥാപിക്കുക. ഇന്ത്യയിലെ ബ്രിട്ടീഷ് പ്രവിശ്യകളും സ്വദേശി നാട്ടുരാജ്യങ്ങളും ഉൾപ്പെടുന്ന ഒരു ഫെഡറൽ യൂണിയൻ സ്ഥാപിക്കുക. പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാക്കുക. പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാക്കുക. ഇന്ത്യക്ക് പുതിയ ഭരണഘടന നിർമ്മിക്കുന്നതിനായി ജനപ്രതിനിധികൾ അടങ്ങിയ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുക. ഇന്ത്യക്ക് പുതിയ ഭരണഘടന നിർമ്മിക്കുന്നതിനു വേണ്ടി ജനപ്രതിനിധികൾ അടങ്ങിയ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുക. അതുപോലെ ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കുക എന്നിവയെല്ലാമായിരുന്നു ക്യാബിനറ്റ് മിഷന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. മറ്റൊരു ചോദ്യം, മാർത്താണ്ഡവർമ്മ നടപ്പിലാക്കിയ ഭരണ പരിഷ്കാരങ്ങൾ എന്തെല്ലാമാണ്? തൃപ്പടി ദാനം വഴി തിരുവിതാംകൂർ രാജ്യം ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിക്കുകയും പത്മനാഭദാസനായി ഭരണം നടത്തുകയും ചെയ്തു. തൃപ്പടിദാനം വഴി തിരുവിതാംകൂർ രാജ്യം ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിക്കുന്നു, പത്മനാഭദാസനായി ഭരണം നടത്തുകയും ചെയ്തു. 8 വീട്ടിൽ പിള്ളമാർ, യോഗക്കാർ തുടങ്ങിയ പ്രാദേശിക പ്രഭുക്കന്മാരുടെ ശക്തി അടിച്ചമർത്തി കേന്ദ്രീകൃത ഭരണം സ്ഥാപിച്ചു. 8 വീട്ടിൽ പിള്ളമാരെയും യോഗക്കാരെയും തുടങ്ങിയ പ്രാദേശിക ശക്തികളെയെല്ലാം അടിച്ചമർത്തി കേന്ദ്രീകൃത ഭരണം സ്ഥാപിച്ചു. കുളച്ചൽ യുദ്ധത്തിൽ, അത് 1741 ഡച്ചുകാരെ പരാജയപ്പെടുത്തി മിലിറ്ററി സംവിധാനം നവീകരിച്ചു. കുളച്ചൽ യുദ്ധത്തിൽ 1741 ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയും തൻ്റെ മിലിറ്ററി സംവിധാനം നവീകരിക്കുകയും ചെയ്തു. കുരുമുളക് ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജന വ്യാപാരം ഭരണകൂടത്തിൻ്റെ കുത്തകയാക്കി മാറ്റുകയും റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. കുരുമുളക് ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജന വ്യാപാരം ഭരണകൂടത്തിൻ്റെ കുത്തകയാക്കി മാറ്റുകയും റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പഴശ്ശി സമരങ്ങൾ. കോട്ടയം രാജാവായിരുന്ന കേരളവർമ്മ പഴശ്ശി രാജാവ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചൂഷണങ്ങൾക്കെതിരെ നടത്തിയ വീരോചിതമായ സമരമാണിത്. കോട്ടയം രാജാവായിരുന്ന കേരളവർമ്മ പഴശ്ശി രാജ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചൂഷണങ്ങൾക്കെതിരെ നടത്തിയ വീരോചിതമായ സമരം. 1-ാം പഴശ്ശി സമരം 1793 മുതൽ 1797 വരെയാണത്. കോട്ടയത്തെ നികുതി പിരിവ് അവകാശം പഴശ്ശിയെ മറികടന്ന് അദ്ദേഹത്തിൻ്റെ അമ്മാവന് നൽകിയതിനെതിരെയായിരുന്നു ഇത്. കമ്പനി ഒടുവിൽ പഴശ്ശിയുമായി ഒത്തുതീർപ്പിലാകുന്നുണ്ട്. കോട്ടയത്തെ നികുതി പിരിവ് അവകാശം പഴശ്ശി രാജാവിനെ മറികടന്ന് അദ്ദേഹത്തിൻ്റെ അമ്മാവനെ ഏൽപ്പിച്ചതായിരുന്നു കാരണം. ഒടുവിൽ
കമ്പനിയുമായി പഴശ്ശി രാജാവ് ഒത്തുതീർപ്പിലെത്തുന്നുണ്ട്. രണ്ടാം പഴശ്ശി സമരം 1800 മുതൽ 1805 വരെയാണ്. വയനാട് കീഴടക്കാനുള്ള ബ്രിട്ടീഷ് ശ്രമത്തിനെതിരെയായിരുന്നു ഇത്. തലക്കൽ ചന്തു, കൈതേരി അമ്പു തുടങ്ങിയവരുടെ സഹായത്തോടെ കുറിച്യർക്കൊപ്പം ചേർന്ന് അദ്ദേഹം ഗറില്ല യുദ്ധമുറ സ്വീകരിക്കുകയുണ്ടായി. 1805 നവംബർ 30 അദ്ദേഹം വീരമൃത്യു വരിച്ചു. ഇനി ലിഖിതങ്ങളുടെ പരിമിതികൾ എന്തെല്ലാം നോക്കാം. ലിഖിതങ്ങളുടെ പരിമിതികൾ. ഒന്ന്, സാങ്കേതിക പരിമിതികളാണ്. പല പഴയ ലിഖിതങ്ങളിലെയും അക്ഷരങ്ങൾ മങ്ങിപ്പോവുകയോ അപ്രത്യക്ഷമാവുകയോ ചെയ്തിട്ടുണ്ട്. പഴയ ലിഖിതങ്ങളിലെയും അക്ഷരങ്ങൾ മങ്ങിപ്പോവുകയോ അപ്രത്യക്ഷമാവുകയോ ചെയ്തിട്ടുണ്ട്. ഇത് പൂർണ്ണമായി വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. നാശാവശിഷ്ടങ്ങൾ. കാലപ്പഴക്കം കൊണ്ട് പല ശിലാശാസനങ്ങളും തകർന്നു പോയതിനാൽ വിവരങ്ങൾ അപൂർണമാണ്. കാലപ്പഴക്കം കൊണ്ട് പല ശിലാശാസനങ്ങളും തകർന്നു പോയിട്ടുള്ളത് കൊണ്ട് അതിലെ വിവരങ്ങൾ അപൂർണമാണ്. ആശയ പരിമിതികൾ. ലിഖിതങ്ങൾ പലപ്പോഴും നിർമ്മിച്ച രാജാക്കന്മാരുടെയോ പ്രഭുക്കന്മാരുടെയോ കാഴ്ചപ്പാടുകൾ മാത്രമാണ് പ്രതിഫലിപ്പിക്കുന്നത്. ലിഖിതങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള ആ രാജാക്കന്മാരുടെയോ പ്രഭുക്കന്മാരുടെയോ കാഴ്ചപ്പാടുകൾ മാത്രമാണ് ഇതിലുള്ളത്. സാധാരണക്കാരുടെ അവഗണന. സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതം, അവരുടെ ദുരിതങ്ങൾ, കാർഷിക പ്രശ്നങ്ങൾ എന്നിവയൊന്നും ലിഖിതങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. സാധാരണക്കാരുടെ അവഗണനയാണ് സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതം, അവരുടെ ദുരിതങ്ങൾ, കാർഷിക പ്രശ്നങ്ങൾ എന്നിവയും തന്നെ ലിഖിതങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. മുഗൾ ഗ്രാമീണ ജീവിതത്തിലെ പഞ്ചായത്തിൻ്റെ പങ്ക് വിലയിരുത്തുക. ഗ്രാമത്തിലെ മുതിർന്നവരും ഭൂമിയുടെ അവകാശികളുമായ ആളുകൾ ചേർന്നതായിരുന്നു മുഗൾ കാലഘട്ടത്തിലെ ഗ്രാമപഞ്ചായത്തുകൾ. ഗ്രാമത്തിലെ മുതിർന്നവരും ഭൂമിയുടെ അവകാശികളുമായ ആളുകൾ ചേർന്നതായിരുന്നു മുഗൾ കാലത്തെ ഗ്രാമപഞ്ചായത്തുകൾ. ഇതിൻ്റെ തലവനെ മുഖദ്ദം അല്ലെങ്കിൽ മണ്ഡൽ എന്നാണ് വിളിച്ചത്. മുഖദ്ദം അല്ലെങ്കിൽ മണ്ഡൽ എന്ന് വിളിച്ചിരുന്നു. നികുതി മാനേജ്മെൻറ്റ്. ഗ്രാമത്തിലെ മൊത്തം നികുതി കൃത്യമായി കണക്കാക്കി ബ്രിട്ടീഷ് അല്ലെങ്കിൽ മുഗൾ പ്രതിനിധികൾക്ക് നൽകുന്നത് പഞ്ചായത്തിൻ്റെ ചുമതലയായിരുന്നു. ഗ്രാമത്തിലെ മൊത്തം നികുതി കൃത്യമായി കണക്കാക്കി ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ മുഗൾ പ്രതിനിധികൾക്ക് നൽകുന്നത് പഞ്ചായത്തിൻ്റെ ചുമതലയായിരുന്നു. ക്രമസമാധാനവും തർക്കപരിഹാരവും. ഗ്രാമത്തിലെ ജാതി തർക്കങ്ങൾ, അതിർത്തി തർക്കങ്ങൾ എന്നിവ പരിഹരിക്കുകയും ജാതി നിയമങ്ങൾ ജനങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. ഗ്രാമത്തിലെ ജനങ്ങളിലെ ജാതി തർക്കങ്ങൾ, അതുപോലെ അതിർത്തി തർക്കങ്ങൾ എന്നിവയെല്ലാം പരിഹരിച്ചു. ജാതി നിയമങ്ങൾ ജനങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. പൊതുപ്രവർത്തനങ്ങൾ. ക്ഷാമകാലത്തും വെള്ളപ്പൊക്ക കാലത്തും ജനങ്ങളെ സഹായിക്കുക, കനാൽ നിർമ്മാണം, സാമൂഹിക ഉത്സവങ്ങൾ സംഘടിപ്പിക്കുക എന്നിവ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നടത്തിയിരുന്നു. ഇപ്പോൾ പൊതുപ്രവർത്തനങ്ങളിൽ ക്ഷാമകാലത്തും വെള്ളപ്പൊക്ക സമയത്തുമെല്ലാം ജനങ്ങളെ സഹായിക്കുക, അതുമാത്രമല്ല കനാൽ നിർമ്മാണം, സാമൂഹിക ഉത്സവങ്ങൾ സംഘടിപ്പിക്കുക എന്നിവ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നടത്തിയിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, 1857 കലാപത്തിൻ്റെ ഫലങ്ങൾ എന്തെല്ലാമാണ്? സിപായി ലഹള അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലേ, ആ കലാപത്തിൻ്റെ ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു? കമ്പനി ഭരണത്തിൻ്റെ അവസാനം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം പൂർണ്ണമായി നിർത്തലാക്കുകയും ഭരണം ബ്രിട്ടീഷ് പാർലമെൻറ്റും വിക്ടോറിയ രാജ്ഞിയും നേരിട്ട് ഏറ്റെടുക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം പൂർണ്ണമായി നിർത്തലാക്കുന്നു. ഭരണം ബ്രിട്ടീഷ് പാർലമെൻറ്റും വിക്ടോറിയ രാജ്ഞിയും നേരിട്ട് ഏറ്റെടുക്കുന്നു. വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം സ്വദേശി രാജാക്കന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും ഇനിമേൽ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുക്കില്ലെന്നും പ്രഖ്യാപിച്ചു. മതപരമായ കാര്യങ്ങളിൽ ഇടപെടില്ല എന്ന് ഉറപ്പ് നൽകി. സ്വദേശി രാജാക്കന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും ഇനിമേൽ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുക്കില്ലെന്നും പ്രഖ്യാപിച്ചു. മതപരമായ കാര്യങ്ങളിൽ ഇടപെടില്ല എന്നും ഉറപ്പു നൽകി. സൈനിക മാറ്റങ്ങൾ. ഭാവിയിൽ കലാപങ്ങൾ തടയുന്നതിനായി സൈന്യത്തിൽ ഇന്ത്യൻ ഭടന്മാരുടെ എണ്ണം കുറയ്ക്കുകയും യൂറോപ്യൻ സൈനികരുടെ അനുപാതം വർദ്ധിപ്പിക്കുകയും ചെയ്തു. പീരങ്കിപ്പട പോലുള്ള പ്രധാന വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കി.
പീരങ്കിപ്പട പോലുള്ള പ്രധാന വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാരെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കി. ദേശീയ പ്രസ്ഥാനത്തിന് പ്രചോദനം. ഈ കലാപം പരാജയപ്പെട്ടുവെങ്കിലും ഭാവിയിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് വലിയ ആവേശവും അടിത്തറയും ഇത് നൽകുകയുണ്ടായി. മഹായാന ബുദ്ധമതത്തിൻ്റെ സവിശേഷതകൾ. ഈ വിഭാഗം ബുദ്ധനെ ഒരു ദൈവമായി ആരാധിക്കുകയും ബുദ്ധൻ്റെ പ്രതിമകൾ നിർമ്മിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഈ വിഭാഗം ബുദ്ധനെ ഒരു ദൈവമായി ആരാധിക്കുകയും ബുദ്ധൻ്റെ പ്രതിമകൾ നിർമ്മിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. മറ്റുള്ളവരുടെ മുക്തിക്കായി പ്രവർത്തിക്കുന്ന ബോധിസത്വന്മാർ എന്ന ആശയത്തിന് ഇവർ വലിയ പ്രാധാന്യം നൽകുകയുണ്ടായി. മറ്റുള്ളവരുടെ മുക്തിക്കായി പ്രവർത്തിക്കുന്ന ബോധിസത്വന്മാർ എന്ന ആശയത്തിന് ഇവർ പ്രാധാന്യം നൽകി. അഞ്ചാം റിപ്പോർട്ട് എന്നാൽ എന്ത്? ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തെയും നികുതി പിരിവ് രീതികളെയും കുറിച്ച് പഠിച്ച് 1813 ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ സമർപ്പിച്ച അഞ്ചാമത്തെ ഔദ്യോഗിക റിപ്പോർട്ടാണിത്. ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തെയും നികുതി പിരിവ് രീതികളെയും കുറിച്ച് പഠിച്ച് 1813 ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ സമർപ്പിച്ച അഞ്ചാമത്തെ ഔദ്യോഗിക റിപ്പോർട്ട്. മറ്റൊരു ചോദ്യം, സിയാറത്ത്, ഖവാലി എന്നിവ തമ്മിലുള്ള വ്യത്യാസമെന്ത്? സിയാറത്ത് എന്നത് സൂഫി വര്യന്മാരുടെ അന്ത്യവിശ്രമ സ്ഥലങ്ങളായ ദർഗകളിലേക്ക്, അതായത് തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് അനുഗ്രഹം തേടി നടത്തുന്ന ആത്മീയ സന്ദർശനമാണ്. സൂഫി വര്യന്മാരുടെ അന്ത്യവിശ്രമ സ്ഥലങ്ങളായ ദർഗകളിലേക്ക്, അതായത് തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് അനുഗ്രഹം തേടി നടത്തുന്ന ആത്മീയ സന്ദർശനം. ഖവാലി സൂഫി സന്യാസിമാരുടെ സദസ്സുകളിൽ ദൈവസ്തുതികളും ആത്മീയ പ്രണയവും ഉൾപ്പെടുത്തി ആലപിക്കുന്ന ഭക്തിഗാനരൂപമാണ് ഖവാലി എന്നത്. സൂഫി സന്യാസിമാരുടെ സദസ്സുകളിൽ ദൈവസ്തുതികളും ആത്മീയ പ്രണയവും ഉൾപ്പെടുത്തി ആലപിക്കുന്ന ഭക്തിഗാനരൂപമാണ് ഖവാലി. ഇനി ദീൻ ഇലാഹിയെക്കുറിച്ച് ഒരു ലഘുക്കുറിപ്പ്. അക്ബർ ചക്രവർത്തി 1582 രൂപീകരിച്ച ഒരു മതസമന്വയ ആശയമാണ് ദീൻ ഇലാഹി. അക്ബർ ചക്രവർത്തി 1582 രൂപീകരിച്ച ഒരു മതസമന്വയ ആശയം എല്ലാ മതങ്ങളിലെയും നല്ല മൂല്യങ്ങളെയും സഹിഷ്ണുതയെയും ഉൾക്കൊണ്ടുകൊണ്ട് പരമമായ സമാധാനവും ധാർമ്മികതയും വളർത്തിയെടുക്കലായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. നല്ല മൂല്യങ്ങളെയും സഹിഷ്ണുതയെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ മതങ്ങളിലെയുമാണ് കേട്ടോ. അതിൽ നിന്ന് പരമമായ സമാധാനവും ധാർമ്മികതയും വളർത്തിയെടുക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുമല്ലോ.